ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവിലും ഗോതമ്പ് പൊടിയും കൊണ്ട് ആവിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് അവിലാണ്. ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. 280 ml കപ്പിൽ അരക്കപ്പ് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. ഇനി നമുക്ക് ഈ അവിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അവിൽ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 280 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അവിലും ഗോതമ്പ് പൊടിയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അവിലും ഗോതമ്പ് പൊടിയും ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൾസ് മോഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഒരുപാടിട്ടങ്ങ് അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇനി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി എല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ തേങ്ങയും ശർക്കരയെല്ലാം ഈ പൊടിയിൽ നന്നായിട്ട് ഇനി ഒന്ന് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോൾസാക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസുകളായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. ഒരെണ്ണം ഇവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്.
ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്.